തേക്കിൻകാട് മൈതാനത്തിൽ വന്ന കണ്ടപ്പോൾ വലിയ കഷ്ടം വിഷമം തോന്നിയിട്ടോ. അപ്പോൾ വടക്കുന്നാഥൻ്റെ മണ്ണിൽ നോക്കി നിങ്ങൾ കാണുന്നു, നോക്കിയേ ബീറും കുപ്പികളാണ്. അപ്പോൾ ഇവിടെ എന്തൊക്കെ നടക്കും. ഹായ് നമസ്കാരം, ദാസേട്ടനാണ് ബ്ലോക്ക് ബസ്റ്റർ മീഡിയയ്ക്ക് വേണ്ടി. അപ്പോൾ ഞങ്ങളിന്ന് ഒരു വീഡിയോ രാഗം തിയേറ്ററിനെ കുറിച്ചിട്ട് ചെയ്യാൻ വേണ്ടി വന്നതാണ്. അപ്പോൾ നമ്മൾ കേരളത്തിലുള്ള 14 ജില്ലകളിലുള്ള എന്താ പറയുക തിയേറ്ററുകളെ കുറിച്ചുള്ളൊരു ഒരു സീരീസ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആ തിയേറ്ററുകളെ കുറിച്ചുള്ളൊരു കാര്യങ്ങളൊക്കെ സംസാരിച്ചുകൊണ്ടുള്ളത്. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ദിവസം ഗിരിജ തിയേറ്ററിനെ കുറിച്ച് പറഞ്ഞു, ഇപ്പോൾ ഇന്ന് രാഗം തിയേറ്ററെ കുറിച്ച് പറയാൻ വന്നതാണ്. അപ്പോൾ ഞങ്ങളിപ്പോൾ തേക്കിൻകാട് മൈതാനത്തിൽ വന്ന കണ്ടപ്പോൾ വലിയ കഷ്ടം വിഷമം തോന്നിയിട്ടോ. അപ്പോൾ വടക്കുന്നാഥൻ്റെ മണ്ണിൽ നോക്കി നിങ്ങൾ കാണുന്നു, നോക്കിയേ ബീറും കുപ്പികളാണ്. അപ്പോൾ ഇവിടെ എന്തൊക്കെ നടക്കുന്നുണ്ട് എന്നുള്ളത് നമുക്ക് നോക്കിയാൽ കാണാൻ സാധിക്കും. ഈ ബീറും കുപ്പികളൊക്കെ ഇങ്ങനെ ഇട്ട് ഇതൊക്കെ ആൾക്കാർ കുടിച്ച് പോയിട്ട് ഇവിടെ ഇട്ടിട്ടുള്ളതാണ്. നമ്മളൊക്കെ അത്രമാത്രം പരിശുദ്ധവും പാവനവുമായിട്ട് സൂക്ഷിച്ചു കൊണ്ടിരിക്കുന്ന വർഷങ്ങളായിട്ട് ഈ പൈതൃകമുള്ള നമ്മുടെ വടക്കുന്നാഥനാണ് എല്ലാത്തിൻ്റെ അടിസ്ഥാനം. എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. ഇവിടെ ഇങ്ങനെ പരിപാവനമായ ഈ മണ്ണിൽ ഇങ്ങനെ കുടിച്ച് ബീറുകൾ ഇടുക, അതുപോലെ തന്നെ തോന്നിയാസങ്ങൾ നടത്താമെന്നൊക്കെ പറഞ്ഞാൽ വളരെ വിഷമമുള്ള ഒരു കാര്യമാണ്. ഇതിപ്പോൾ കണ്ടപ്പോൾ വളരെ വിഷമം തോന്നി. അപ്പോൾ നിങ്ങളൊന്ന് അറിയിക്കാൻ വേണ്ടിയിട്ട് വന്നതാണ്. എന്തായാലും ഇത്രയും നല്ല ഒരു ഭൂമിയെ ഇവിടെ ആർക്കും ഏത് മതസ്ഥർക്കും കയറി വരാവുന്ന, ഇവിടെ വാഹനങ്ങൾ പാർക്ക് ചെയ്യാനുള്ള സൗകര്യമുണ്ട്, അതുപോലെ തന്നെ എല്ലാത്തിനും സൗകര്യം എല്ലാം കൊണ്ട് ചെയ്തു കൊടുക്കുന്ന ഒരു മഹത്തരമായ അമ്പലമാണ് കൊച്ചിൻ ദേവസ്വം ബോർഡിൻ്റെ കീഴിലുള്ള അമ്പലമാണ്. എത്ര വർഷങ്ങളായിട്ട് നമ്മൾ ശക്തൻ തമ്പുരാൻ്റെ കാലത്ത് മുതൽ പരിപാലിച്ച് വളർത്തിക്കൊണ്ടിരിക്കുന്ന ഈ തേക്കിൻകാട് മൈതാനിയിൽ ഇതുപോലുള്ള അതിപ്പോൾ കണ്ടപ്പോഴാണ് നമുക്ക് വലിയ വിഷമം തോന്നി. ഇങ്ങനൊരു 2 ബീറും കുപ്പികൾ ഇത് മാത്രമല്ല, ഇതിപ്പോൾ ഈ ഭാഗത്ത് തന്നെ ഇങ്ങനെ ഉണ്ടെങ്കിൽ മറ്റുള്ള ആളുകളിൽ നിന്ന് കയറി ചെല്ലാൻ പറ്റാത്ത ഭാഗങ്ങളൊക്കെ ചില ബാക്ക് സൈഡിൽ ഇപ്പോൾ അവിടെ എക്സിബിഷനൊക്കെ ആയതുകൊണ്ട് ചിലപ്പോൾ ആ ഭാഗത്ത് ഉണ്ടാവില്ല. അല്ലെങ്കിലൊക്കെ എന്തൊക്കെ മോശത്തരങ്ങൾ ഇവിടെ നടക്കുന്നുണ്ടെന്ന് നമുക്കത് വേറെ കാര്യം, അത് നമുക്കറിയാം. പക്ഷേ ഇതൊക്കെ വളരെ മോശമായി പോയി. എന്തായാലും ഇങ്ങനെ ബീറും കുപ്പികളെ കലക്ഷ്യമായി വലിച്ചെറിഞ്ഞത് വളരെ മോശമായി എന്ന് പറയാനുള്ളൂ. അപ്പോൾ എന്തായാലും എല്ലാവർക്കും നല്ലൊരു ദിവസം നേർന്നുകൊണ്ട് നിങ്ങളുടെ സ്വന്തം ദാസേട്ടൻ ബ്ലോക്ക് ബസ്റ്റർ മീഡിയയ്ക്ക് വേണ്ടി. ഓക്കെ.